ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ പരമോന്നത ആനന്ദം ആസ്വദിക്കാമെന്ന് കരുതി അല്ല സാഹിത്യം കുറച്ച് കൂടി പോയോ. പറഞ്ഞു വന്നത് നമ്മുടെ വാക്കിംഗ് ടൈമിനെ കുറിച്ച് തന്നെ. വിന്റർ ഷൂ, ജാക്കറ്റ് എല്ലാം ഇട്ട് സ്നോയിലൂടെ സത്യം പറയാലോ, സ്നോ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ വാക്കിങ്ങിന് ഇറങ്ങാറില്ല. എൻ്റെ ശരീരവും സ്നോയും തമ്മിൽ അത്ര പൊരുത്തത്തിലല്ലെന്ന് സാരം. അങ്ങനെ ഈ മടി പിടിച്ചിരിക്കുന്ന ലൈഫ് സ്റ്റൈലിനോട് എന്തായാലും ഒരു ചേഞ്ച് വേണമെന്ന് കരുതി ഇറങ്ങി തിരിച്ചതാണ് ദൃഢനിശ്ചയത്തോടെ ഈ ഞാൻ. പക്ഷെ ഇവിടുത്തെ വെതറും -7 ആയി വിട്ടുതരില്ല എന്നുള്ള മനോഭാവത്തോടെ കോമ്പറ്റ് ചെയ്യുകയാണ് എന്നോട്. ഈ കാണുന്ന വാട്ടർഫാൾസ്, ചെയർ എല്ലാം എൻ്റെ റിലാക്സിങ് ഇടങ്ങളാണ്. ഇപ്പൊ ഹെഡ്സെറ്റിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സോങ് ആണ് നിങ്ങൾ കേട്ടത്. ഇതിനൊക്കെ ലിപ്സിംഗ് ഒക്കെ അടിച്ച് കുറച്ച് വട്ടോടെ ഞാൻ നടക്കാറ്. അങ്ങനെ റെയിൽവേ ട്രാക്കും ക്രോസ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന നിൽപ്പാണ്. ഈ കാണുന്ന സ്ഫടിക സൗധമാണ് ഇവിടുത്തെ ബസ് വെയിറ്റിംഗ് ഷെഡ്. നല്ല സ്നോ ആയതുകൊണ്ടും വെയിറ്റുള്ള ജാക്കറ്റ് ഇട്ടത് കൊണ്ടും തന്നെ നന്നായിട്ട് ക്ഷീണിച്ചു. അപ്പോൾ അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതത്തിന്റെ ആ പരമോന്നത ആനന്ദല്ലേ ആ കാണുന്നതാണ് കേട്ടോ ഇത്. ഹർമാദിച്ച് ആനന്ദിച്ച് സ്നോത്തൊക്കെ കളിച്ച് ഉള്ളിലുള്ള ചൈൽഡും എല്ലാം പുറത്തേക്ക് വന്നിട്ടുള്ള ആ നിമിഷം ഉണ്ടല്ലോ, ഞാൻ എന്നെ തന്നെ മറക്കും. വല്ലാത്തൊരു സെൽഫ് ലവ് ആണ് കേട്ടോ അപ്പോൾ അവിടെ ബിൽഡ് ചെയ്യുന്നത്. ശരിക്കും നമ്മളെന്തിനെങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത്? നമ്മൾ ഹാപ്പിയൊക്കെ നമ്മൾ തന്നെ പോരെ. ഒരു സെൽഫ് ലവും സോളോ വൈബും ഉണ്ടായാൽ മാത്രം മതിയെന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.